കഥയാകുന്നു. റാഗിംഗ് കേരളത്തിൽ കോട്ടയത്ത് നിന്ന് തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജ് റാഗിംഗിൽ 7 വിദ്യാർത്ഥികൾക്കാണ് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കെതിരെയാണ് നടപടി. 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. ഞാനും എൻ്റെ കൂട്ടുകാരൻ കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ സീനിയർ പയ്യന്മാർ നമ്മളെ തടഞ്ഞു നിർത്തി അടിക്കുമായിരുന്നു. എന്നെ അവർ കുറേ അടിച്ച്. അത് കഴിഞ്ഞിട്ട് ഒരു വേലു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ യൂണിറ്റ് റൂമിൽ കൊണ്ട് നിർത്തിയിട്ട് എന്നെ മുട്ടുകുത്തിയിരുത്തിയിരുന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പൊക്കെ പിടിച്ച് വെച്ചിട്ട് എന്നെ അടിക്കുമെന്നാണ് പറഞ്ഞത്. ഇരുന്നില്ലെങ്കിൽ അടിക്കുമെന്ന് പറഞ്ഞ് എന്നിട്ട് ഒരു അടി തന്നു, കവലത്തൊരു അടി തന്ന്. അത് കഴിഞ്ഞിട്ട് ഞാൻ വെള്ളം ചോദിച്ചു, തൊണ്ടാണ്ട് വെള്ളം ചോദിച്ചപ്പോൾ എല്ലാവരും പുറത്തിറങ്ങിയിട്ട് വെള്ളം ഒരു ചേട്ടൻ ഇങ്ങനെ പാവല്യ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു കുപ്പി വെള്ളം കൊണ്ട് തന്ന്. അങ്ങനെ അത് വേലു എന്ന് പറഞ്ഞാൽ പകുതി കളഞ്ഞിട്ട് വായുണ്ട് തുപ്പി വായിക്കത്തെടുത്ത് തുപ്പിക്കിട്ട് ലാസ്റ്റ് വന്നത് വായുണ്ട് എടുത്തിട്ട് തുപ്പി ഇട്ടാണ് എനിക്ക് കുടിക്കാൻ തന്നത്. ഞാനാണെങ്കിൽ കുടിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പകുതി കുടിച്ചിട്ട് തുപ്പാൻ വേണ്ടി വന്നപ്പോൾ തുപ്പിയ അടിക്കുമെന്ന് പറഞ്ഞു, തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞ്. പ്രിൻസിപ്പലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കുമെന്ന് കഴക്കൂട്ടം പോലീസും അറിയിച്ചു. വി വിനോദ് ചേരുന്നു. വിനോദ്, ഏത് തരത്തിലുള്ള ക്രൂരമായിട്ടുള്ള മുറകളൊക്കെയാണ് ഈ റാഗിങ്ങിൽ ഉണ്ടായിരിക്കുന്നത്? സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നു, ഏത് തരത്തിലാണ് പരാതി വന്നിരിക്കുന്നത്? അപർണ, ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം വരുന്നത് ഈ റാഗ് ചെയ്ത ആളുകളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. 7 വിദ്യാർത്ഥികളാണ്. വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവർക്കാണ് സസ്പെൻഷൻ. കാര്യവട്ടം ഗവൺമെൻറ് കോളേജിലാണ് കഴിഞ്ഞ ദിവസം 1ാം വർഷ ബയോടെക്നോളജി വിദ്യാർത്ഥിയായ ബിൻസിനെ ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. കഴിഞ്ഞ 11-ന് സീനിയർ വിദ്യാർത്ഥികളും ജൂനിയർ വിദ്യാർത്ഥികളും തമ്മിൽ അടിപിടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയെന്നോണം അഭിഷേക് എന്ന 1ാം വർഷ വിദ്യാർത്ഥിയെ ഇവർ മർദ്ദിക്കുകയും അഭിഷേക് പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു. ഈ വൈരാഗ്യത്തിൽ പിന്നീട് അഭിഷേകിനെ തിരഞ്ഞാണ് 3ാം വർഷ വിദ്യാർത്ഥികൾ എത്തിയത്. അഭിഷേകിന് പകരം അഭിഷേകിൻ്റെ സുഹൃത്ത് ആണ് ഇവരുടെ കയ്യിൽ പെട്ടത്. ബിൻസ് ജോസിനെയാണ് ഇവർ ക്രൂരമായി മർദ്ദിച്ചത്. യൂണിയൻ്റെ തന്നെ അവിടുത്തെ യൂണിയൻ്റെ വിദ്യാർത്ഥി സംഘടനാ യൂണിയൻ്റെ ഓഫീസ് മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ യൂണിയൻ ഓഫീസിൽ വെച്ച് മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. ആദ്യം മുഖത്തടിച്ചു, മുതുകിൽ മർദ്ദിച്ചു, ഷർട്ട് വലിച്ചു കീറി. അതിനുശേഷം വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ തുപ്പിയ ശേഷം വെള്ളം നൽകി. അത് കുടിക്കാൻ വിസമ്മതിച്ചപ്പോൾ വീണ്ടും മർദ്ദിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഈ പരാതിയുടെ ഭാഗമായി പറഞ്ഞിരുന്നത്. ആൻറ്റി റാഗിംഗ് സെല്ലും ഇതേ കാര്യം കണ്ടെത്തിയിരുന്നു. കുട്ടി ക്രൂരപീഡനത്തിനിരയായി എന്ന കാര്യം കണ്ടെത്തി. തുടർന്നാണ് പ്രിൻസിപ്പലിന് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയത്. നേരത്തെ തന്നെ ഈ അടിപിടിയുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരുന്നു. കഴക്കൂട്ടം പോലീസാണ് കേസെടുത്തിട്ടുള്ളത്. ആ കേസിൻ്റെ ഭാഗമായി ഇവരെ കൂടി പ്രതി ചേർത്തുള്ള FIR തയ്യാറാക്കുമെന്ന് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപർണ, ഇതിൽ ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ സ്ഥിരീകരണത്തെ തുടർന്നുണ്ടായ സസ്പെൻഷൻ, അപ്പോഴും ഇങ്ങനെ ഒരു റാഗിംഗ് ഇവിടെ തുടർക്കഥയായിട്ട് നടക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ടോ? കോളേജ് ഏതെങ്കിലും തരത്തിലുള്ള അങ്ങനെയുള്ള ഒരു ഇൻഫർമേഷൻ പുറത്തേക്ക് വന്നിട്ടുണ്ടോ? ഇത് ഒറ്റ പരാതി മാത്രമാണോ? ഇതൊരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണോ വിനോദ്? ഇത് 11-ന് നടന്നൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മർദ്ദനത്തിലേക്ക് പോകുന്നത്. ആദ്യം മർദ്ദനമേറ്റ വിദ്യാർത്ഥിയെ 1ാം വർഷ വിദ്യാർത്ഥിയെ തിരക്കി ഈ ഇപ്പോൾ സസ്പെൻഷനിലായിട്ടുള്ള സീനിയർ വിദ്യാർത്ഥികൾ എത്തുകയും ആദ്യം മർദ്ദനമേറ്റ കുട്ടിയുടെ സുഹൃത്തിനെ ഇവർ പിന്നീട് പിടിച്ചുകൊണ്ടുപോയി മർദ്ദിക്കുകയുമായിരുന്നു. ഇതിന് സാക്ഷിമൊഴികളുണ്ട്, CCTV ദൃശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി ആ സെല്ല് ഒരു റിപ്പോർട്ട് നൽകിയത്. പ്രിൻസിപ്പൽ അതിൻ്റെ വിവരങ്ങൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. 7 പേരെയാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിങ്ങനെ 3ാം വർഷ വിദ്യാർത്ഥികളായ 7 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപർണ പറഞ്ഞതുപോലെ നേരത്തെ കാര്യവട്ടം ക്യാമ്പസിലും അതോടൊപ്പം തന്നെ ഈ ഗവൺമെൻറ് കോളേജിലും അടക്കം നേരത്തെയും ഈ മർദ്ദന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. അപർണ, സിദ്ധാർത്ഥൻ മരിച്ചിട്ട് ഇന്ന് 1 വർഷമാവുകയാണ്. പൂക്കോട് വെറ്റിനറി കോളേജിൽ ക്രൂരമായ റാഗിങ്ങിന് ഇരയാവുകയും അതിക്രൂരമായ പീഡനത്തിന് ഇരയാവുകയും ചെയ്ത് പിന്നീട് ഈ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത, ഏറ്റവും വേദനയോടുകൂടി ചർച്ച ചെയ്ത സിദ്ധാർത്ഥൻ്റെ വിയോഗം, സിദ്ധാർത്ഥൻ്റെ ജീവൻ നഷ്ടമായിട്ട് ഇന്ന് 1 വർഷം തികയുന്ന ദിവസമാണ്. ആ ദിവസമാണ് മറ്റൊരു റാഗിങ്ങിൻ്റെ വിവരം കൂടി പുറത്തു വരുന്നത്. കോട്ടയത്ത് നടന്ന റാഗിങ്ങിൻ്റെ വിവരങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കേരള മനസാക്ഷിയെ ഒന്നാകെ ഞെട്ടിച്ചതാണ്. അത് ചെവിയിൽ ഫെവിക്കോളും
അവരുടെ ജനനേന്ദ്രിയത്തിൽ വരെ ആ തരത്തിലുള്ള പീഡനങ്ങൾ ഡമ്പലൊക്കെ എടുത്തു വെച്ച് അതിക്രൂരമായ പീഡനം നടത്തിയ ഒരു സംഭവം യുവതലമുറയ്ക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആശങ്കപ്പെടുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം ചിന്തിക്കുന്നൊരു സാഹചര്യം. അപ്പോഴാണ് മറ്റൊരു റാഗിങ്ങിൻ്റെ കഥ കൂടി വന്നിരിക്കുന്നത്. ഇതിൽ 7 പേരെ ഇപ്പോൾ കോളേജ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അപർണ, ഈ സഹപാഠികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ മാധ്യമങ്ങളോട് നടത്തുന്നുണ്ടോ വിനോദ്? അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളൊരു വിഷയം പുറത്തേക്ക് വരുമ്പോൾ അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങളോ മറ്റോ നടത്താൻ അവർ തയ്യാറാണോ? ഇപ്പോൾ ഈ കുട്ടിയും മർദ്ദനമേറ്റ കുട്ടിയും ബിൻസിയും അതോടൊപ്പം തന്നെ ബിൻസിൻ്റെ പിതാവുമാണ് പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. പോലീസ് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. നേരത്തെ എടുത്ത FIR ഉണ്ട്. അതിൻ്റെ ഭാഗമായി ഈ പുതിയ വകുപ്പുകൾ കൂടി ചേർക്കും. ഈ കുട്ടിയുടെ മൊഴി വീണ്ടും ഒന്നുകൂടി ആവശ്യമെങ്കിൽ രേഖപ്പെടുത്തും. 7 പേർക്ക് ഇപ്പോൾ സസ്പെൻഷൻ നൽകിയിട്ടുണ്ട്. ഇവരെ പ്രതി ചേർത്തായിരിക്കും പുതിയ FIR തയ്യാറാക്കുക. നേരത്തെ തയ്യാറാക്കിയ FIR ആണ്. അതിൽ കൂടുതൽ വകുപ്പുകൾ ചേർത്ത് ഈ 7 പേർക്കെതിരെയും കൂടുതൽ വകുപ്പുകൾ ഇട്ടായിരിക്കും ആ FIR കോടതിക്ക് മുമ്പിലേക്ക് പോവുക. കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ വേഗത്തിൽ തന്നെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു. 7 പേരെയും സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കൂടുതൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കോളേജ് അധികൃതരും വ്യക്തമാക്കി. ഈ ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ പ്രവർത്തനവും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായി. ഇങ്ങനെ ഒരു പരാതി ഉണ്ടായ സാഹചര്യത്തിൽ തന്നെ അത് പരിശോധിക്കുകയും CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയും മൊഴികൾ രേഖപ്പെടുത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. അപർണ, വി വിനോദ് വിവരങ്ങൾ നൽകിയത്. 7